ഷെക്കീന ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാ ക്രിസ്മസ് മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈശോയിലേറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, 5-ാം നൂറ്റാണ്ടിൽ സാർവത്രിക സഭയ്ക്ക് സമൃദ്ധവും വിശുദ്ധവുമായ നേതൃത്വം നൽകിയ മാർപ്പാപ്പയാണ് മഹാനായ വിശുദ്ധ ലിയോ. മാർപ്പാപ്പമാരിൽ മഹാൻ എന്ന് ആദ്യമായി വിളിക്കപ്പെടുന്നതും ലിയോ മാർപ്പാപ്പയാണ്. അദ്ദേഹം ക്രിസ്മസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ ഒരു വാക്യം ലത്തീൻ ഭാഷയിലുണ്ട്. നത്താലിസ് ഡോമിനി നത്താലിസ് എസ്ത് പാച്ചിസ്. അവർ ലോർഡ്സ് ബർത്ത് ഈസ് ദ ബർത്ത് ഓഫ് പീസ്. ലോകരക്ഷകനായ ഈശോയുടെ ജനനം സമാധാനത്തിൻ്റെ ജനനമാണ്. 5-ാം നൂറ്റാണ്ടിലെ മാർപ്പാപ്പയുടെ പ്രഖ്യാപനത്തിന് 5 നൂറ്റാണ്ട് മുമ്പ് ലോകരക്ഷകനായ ഈശോ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കുമ്പോഴും സന്ദേശം സമാധാനത്തിൻ്റെ തന്നെയായിരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തിയും സമാധാനവും. ഇന്ന് നാം ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിലും സമാധാനത്തിൻ്റെ സന്ദേശമാണ് ലോകത്തിന് ആവശ്യമായിരിക്കുന്നത്. എല്ലാ കുടുംബങ്ങളിലും, എല്ലാ വ്യക്തികളുടെ ഹൃദയങ്ങളിലും, എല്ലാ വിശ്വാസി സമൂഹങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും സമാധാനം ആവശ്യമായിരിക്കുന്നു. 2023 ക്രിസ്മസ് ലോക ജനതയ്ക്ക് മുഴുവൻ സമാധാനത്തിൻ്റെ ഒരു ക്രിസ്മസ് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ ജനനം സമാധാനത്തിൻ്റെ ജനനമാണ്. സമാധാനമുള്ള ഇടങ്ങളിൽ നമ്മുടെ കർത്താവ് ജനിക്കുകയാണ്. ഉദ്ധിതനായ ഈശോ ലോകത്തോട് പ്രഘോഷിച്ച, താൻ പ്രത്യക്ഷപ്പെട്ട ശിഷ്യന്മാർക്ക് നൽകിയ സമാധാനത്തിൻ്റെ തന്നെ ആശംസ, സമാധാനം നിങ്ങളോടുകൂടെ എന്നുള്ളത് നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഇടയാവട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, വീണ്ടും മനുഷ്യ സമൂഹത്തിന് പ്രത്യാശയുടെ ദൂതുമായി ക്രിസ്മസ് നമ്മെ സമീപിക്കുകയാണ്. ക്രിസ്മസ് ഓരോ വർഷവും നമ്മെ സമീപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വലിയ ഒരു ഉറപ്പ്, അത് സ്വർഗം മനുഷ്യർക്ക് നൽകുന്ന പ്രത്യേക സമ്മാനമാണ്. ഒരു വർഷത്തിൻ്റെ പരിസമാപ്തിയിൽ വരുമ്പോൾ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നു, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ക്രിസ്മസ് എന്നത് മനുഷ്യനോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കിയ ചരിത്രത്തിലെ മനുഷ്യരൂപത്തിലുള്ള ഒരടയാളമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മനുഷ്യരൂപമാണ് ക്രിസ്മസ്. ദൈവമായിരിക്കാൻ സാധിക്കുമ്പോൾ മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് വരുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാണ്. അത് ദൈവം ആരെന്നറിയാൻ, മനുഷ്യന് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ, ദൈവത്തെ അടുത്ത് മനസ്സിലാക്കാൻ ഒരു വലിയ അവസരമാണ്. ക്രിസ്മസ് നൽകുന്ന അടുപ്പം ദൂരമോ സമയമോ ഒന്നുമല്ല, ദൈവബന്ധമാണ്. അത് ഏതവസ്ഥയിൽ കഴിയുമ്പോഴും നമുക്ക് ലഭിക്കുന്ന സ്വർഗത്തിൻ്റെ അനുഗ്രഹം.
ദൈവം എൻ്റെ അടുത്തേക്ക് വരുന്നു, എൻ്റെ ഉള്ളിൽ താമസിക്കുന്നു. ദൈവം എനിക്ക് എല്ലാമാണ്. ഈ വർഷത്തെ ക്രിസ്മസ് പ്രത്യാശയിൽ നിങ്ങളെ എല്ലാവരെയും സ്ഥിരീകരിക്കട്ടെ. അനാഥനല്ല, ഒറ്റപ്പെട്ടവനല്ല, ആരുമില്ലാത്തവനല്ല, എൻ്റെ ദൈവം കൂടെയുള്ളവനാണ് ഞാൻ എന്ന് തിരിച്ചറിയുന്നതിന് ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ എല്ലാ ആഘോഷങ്ങളും, എല്ലാ അനുഷ്ഠാനങ്ങളും, എല്ലാ ദിവ്യ ശുശ്രൂഷകളും നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്നേഹിതർക്കും, ജാതിക്കും മതത്തിനുമെല്ലാം അതീതമായുള്ള ദൈവരാജ്യത്തിലെ സകല മനുഷ്യർക്കും ഞാൻ ഹൃദയപൂർവമായ ക്രിസ്മസ് നേരുന്നു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ എല്ലാ മലയാളികൾക്കും സന്തോഷപൂർവ്വം, ഹൃദയപൂർവ്വം ഹാപ്പി ക്രിസ്മസ് എന്ന് ആശംസിക്കുന്നു. വിശിഷ്യ ഷക്കീനായുടെ ബഹുമാന്യരായ സഹകാരികൾക്കും പ്രേക്ഷകർക്കും എല്ലാവിധമായ ക്രിസ്മസ് മംഗളങ്ങളും സന്തോഷത്തോടെ നേരുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം മനുഷ്യനായി എന്നുള്ളതാണ്. ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയാം, ദൈവികനാക്കുന്നതിന് വേണ്ടി. അതുപോലെ ഈ മണ്ണിനെ പുണ്യപ്പെടുത്തുന്നതിന് വേണ്ടി. അപ്പോൾ ദൈവത്തിൻ്റെ വരവ് വഴി ഈ ഭൂമിയിലെ മനുഷ്യർ മറ്റെല്ലാം വിശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ദൈവം ചെറുതായ സ്ഥലമാണ് ബത്ലഹേം. ദൈവം എളിമപ്പെട്ട, സ്വയം ശൂന്യവൽക്കരിച്ച, ഒന്നുമല്ലാതായി തീർന്ന സ്ഥലമാണ് ബത്ലഹേം. ഈ ബത്ലഹേം പഠിപ്പിക്കുന്നത് മനുഷ്യൻ ചെറുതാകണം, മനുഷ്യൻ സ്വയം ശൂന്യവൽക്കരിക്കണം, മനുഷ്യൻ എളിമപ്പെടണം എന്നുള്ളതാണ്. നമ്മുടെ കുടുംബജീവിതവും സമൂഹ ജീവിതവും അതുപോലെ മറ്റു ജീവിതങ്ങളെല്ലാം നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ ദൈവം പഠിപ്പിച്ച ഈ പാഠം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഈ ഷക്കീന TV-യിലെ എല്ലാവർക്കും ഞാൻ എൻ്റെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഷക്കീന TV-യുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ആശംസകൾ. മനുഷ്യൻ രക്ഷിക്കാൻ ഭൂമിയിൽ അവതീർണനായ ഈശോ നമുക്ക് സന്തോഷവും സമാധാനവും ജീവിത വിജയവും നൽകട്ടെ. മാലാഖമാർ പാടിയതുപോലെ ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്, നത്താലിയാണ്. ദൈവജനത്തിന്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ദൈവകൃപയുള്ളവർക്ക്, സന്മനസ്സുള്ളവർക്ക് സമാധാനം ലഭിക്കാൻ ഈ ക്രിസ്മസ് കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും മെറി ക്രിസ്മസ്. Christmas is a time of great joy. We celebrate the wonder of the birth of Christ our Saviour, that God has become man, that God has shown his immense love towards humanity in the simplicity and humility of the birth of Christ at Bethlehem. We are drawn to know the depth of the love of God for each of us in our human life. I pray that God's blessing will be upon you and your families during this time of great joy in the celebration of the birth of Christ. God bless you. May the peace and joy of Christmas be in your heart and in your home. And so I offer to all the viewers of Shekinah the blessings of Christmas. ക്രിസ്മസ് എല്ലാവർക്കും സന്തോഷകരമായ ഒരു സംഭവത്തിന്റെ ഓർമ്മയാണ്, ഒരു മംഗളവാർത്തയുടെ ഓർമ്മയാണ് ക്രിസ്മസ്. ദൈവത്തിന്റെ പുത്രൻ ലോകത്തിലേക്ക് വന്ന് മനുഷ്യനായി നമ്മുടെ ഇടയിൽ ജീവിച്ചു എന്നുള്ളത്. ഈ ക്രിസ്മസ് വാസ്തവത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയ സംഭവമാണ്. ദൈവത്തിന്റെ ആ വെളിപ്പെടുത്തൽ, ദൈവം ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തുകയായിരുന്നു. ദൈവം നമുക്ക്
ദൈവം നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് ദൈവം വെളിപ്പെടുത്തുകയായിരുന്നു. ദൈവം നമുക്കൊരു പിതാവിനെ പോലെ, ഒരു അപ്പനെ പോലെയാണ് എന്ന് ദൈവം വെളിപ്പെടുത്തുകയായിരുന്നു. ആ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് നമ്മളെ ദൈവം ക്ഷണിക്കുക. അങ്ങനെ ക്രിസ്മസിലൂടെ നമ്മൾ ദൈവത്തിന്റെ സ്വന്തമായി മാറുകയാണ്. ഈ ഒരു സന്ദേശം ലോകത്തിന് പകരുക. ദൈവത്തിന്റെ ആ സ്നേഹം, എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, എല്ലാവരും സഹോദരങ്ങളാണ്. അതുകൊണ്ട് ആ സ്നേഹത്തിലും ഐക്യത്തിലും എല്ലാവരും ജീവിക്കണം എന്നൊക്കെയുള്ള ഒരു സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. അത് എല്ലാവരിലും എത്താൻ സാധിച്ചാൽ ലോകത്തിൽ കുറേയേറെ സന്തോഷവും ശാന്തിയും നന്മയും ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. മനുഷ്യന്റെ മഹത്വത്തെ സ്വർഗത്തോളം ഉയർത്തുവാൻ വേണ്ടി ദൈവം മനുഷ്യനായി പിറന്ന പുണ്യദിനമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ മനുഷ്യജീവനും ദൈവത്തോളം മൂല്യമുണ്ട് എന്നുള്ള സത്യമാണ്. മനുഷ്യത്വത്തിൻ്റെ ആഘോഷമായി ക്രിസ്തുമസ് ഓരോ മനുഷ്യനെയും കൂടുതൽ സ്നേഹിക്കുവാനും കൂടുതൽ സഹായിക്കുവാനും മനുഷ്യൻ്റെ ഒപ്പമാകുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഷെക്കീന TV പ്രേക്ഷകർക്ക് സമാഗതമാകുന്ന ക്രിസ്മസിൻ്റെ പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ഒരു വർഷം മുഴുവൻ അനുഗ്രഹത്തിൻ്റെ വർഷമായിരുന്നല്ലോ. ഇനി അങ്ങോട്ടുള്ള നാളുകളും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ കുർബാനയിൽ പ്രത്യേകിച്ചും ക്രിസ്മസിൻ്റെ ദിവസത്തേത് ഓർത്തുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാം ആശംസകൾ അർപ്പിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. അവിടുത്തെ തിരുനാമം മഹത്വപ്പെടട്ടെ. ഷെക്കീന ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഏറെ സന്തോഷത്തോടുകൂടെ ക്രിസ്മസിൻ്റെ മംഗളങ്ങളും പുതുവത്സരത്തിൻ്റെ ആശംസകളും നേരുന്നു. ഓമനത്വം തുളുമ്പുന്ന ദിവ്യ പൈതൽ നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് ആ ശാന്തിയും സന്തോഷവും സമൃദ്ധമായി നമ്മുടെ ഹൃദയങ്ങളിൽ നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. യേശു എന്ന രക്ഷകൻ ഇന്ന് നിങ്ങൾക്കായി യൂദയായുടെ ബേത്ലഹേമിൽ പിറന്നിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. യേശുക്രിസ്തുവിൻ്റെ ജനനപ്പെരുന്നാൾ സകല ജനത്തിനുമുള്ള സന്തോഷമാണ്. കാരണം ദൈവം നമ്മോടുകൂടെ, ഗോഡ് വിത്ത് അസ് ഇമ്മാനുവേൽ, ഇന്നലെയും ഇന്നും നാളെയും എന്നും നമ്മോടുകൂടി ആയിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നാം ക്രിസ്മസിൽ അനുഭവിക്കുക. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുകയും ആ സാന്നിധ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കടമ. സ്നേഹത്തോടുകൂടിയുള്ള ശുശ്രൂഷയാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഖമുദ്ര. എവിടെ സ്നേഹമുണ്ടോ അവിടെ ദൈവമുണ്ട്. എവിടെ ദൈവമുണ്ടോ അവിടെ സമാധാനമുണ്ട്, അവിടെ സന്തോഷമുണ്ട്. ക്രിസ്മസിൻ്റെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അത് സ്നേഹത്തോടെ പകർന്നു കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസിൻ്റെയും ആഗതമാകുന്ന പുതുവത്സരത്തിൻ്റെയും എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ക്രിസ്മസ് സമാഗതമാവുകയാണ്. രക്ഷകനായ യേശു ക്രിസ്തു പുൽക്കൂട്ടിൽ ജനിച്ച് ഈ ലോകത്ത് ജീവിച്ച് നന്മകൾ ചെയ്ത് കുരിശിൽ യാഗമായി തീർന്ന് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് കയറിപ്പോയ ലോകചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സംഭവം അനുസ്മരിക്കുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന സന്ദർഭമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസിന് നിരവധിയായ സന്ദേശങ്ങളുണ്ട്. അതിൽ 1-2 സന്ദേശങ്ങൾ മാത്രം അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത്
പുൽക്കൂടിൻ്റെ സന്ദേശമാണ്. ദൈവത്തിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ജനനത്തെ സംബന്ധിച്ച് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ പറയുന്നത് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചുവെന്നാണ്. പുൽക്കൂട് ഈ ലോകത്തിൻ്റെ പ്രതീകമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, മനുഷ്യനെയും ദൈവത്തെയും ചരാചരങ്ങളെയും മൃഗങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്ന ഈ ലോകത്തിൻ്റെ ഒരു പ്രതീകമാണ് പുൽക്കൂട് എന്ന് പറയുന്നത്. അത് സ്നേഹത്തിൻ്റെ സങ്കേതമാണ്. ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യ രൂപമെടുത്തതാണ് പുൽക്കൂട്ടിലെ ജനിച്ച ദിവ്യ ശിശു. എല്ലാവരും ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും ഈ ലോകത്തെ മുഴുവൻ ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും സങ്കേതമാക്കി മാറ്റി തീർക്കുവാനും അത് വിനയത്തോടും ലാളിത്യത്തോടും അതുപോലെ തന്നെ ആത്മാസമൃദ്ധിയോടും കൂടി ചെയ്യുവാനായിട്ടുള്ള ഒരു സന്ദേശമാണ് പുൽക്കൂട് നമുക്ക് നൽകുന്നത്. ദൈവത്തെ സ്നേഹിക്കുകയും നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും ശത്രുവിനെയും പോലും സ്നേഹിക്കുവാൻ പഠിപ്പിച്ച യേശുവിൻ്റെ സന്ദേശം. രണ്ടാമത്തെ പ്രതീകം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളാണ്. പൂർവദേശത്തെ നക്ഷത്രം ജനിച്ച് രാജാക്കന്മാർക്കും അല്ലെങ്കിൽ വിദ്വാൻമാർക്കും ജ്ഞാനികൾക്കും ഒക്കെ മുന്നേ നടന്ന പുൽക്കൂട്ടിൽ ബേത്ലഹേമില് യേശുവിൻ്റെ അടുത്ത് വരെ അവരെ നയിച്ചു. അവരെ പൊന്നും മേറയും കുന്തിരിക്കവും കാഴ്ചവെച്ച് യേശുവിനെ ആരാധിച്ച് തിരികെ പോയി. ഈ യേശു ക്രിസ്തുവിനെ കാട്ടിക്കൊടുത്ത നക്ഷത്രം നമുക്കറിയാം. രാത്രിയിലെ മാലാഖമാര് പാടിയ ആദ്യ കരോൾ ഗാനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നാട്ടിടയന്മാരും വിദ്വാൻമാരും ജ്ഞാനികളും ഒക്കെ ദൈവത്തെ അന്വേഷിക്കുന്ന സന്മനസ്സുള്ളവരായിരുന്നു. ആ സന്മനസ് ഉള്ളവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുത്ത നക്ഷത്രമാണ് ക്രിസ്മസ് രാത്രിയിലെ മറ്റൊരു വലിയ പ്രതീകം. നക്ഷത്ര വിളക്കുകൾ അതിൻ്റെ പ്രതീകമാണ്. നമ്മുടെ ലോകത്തെ ജീവിക്കുമ്പോൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും സ്നേഹവും കരുതലും എത്തിച്ചു കൊടുക്കുന്ന നക്ഷത്ര വിളക്കുകളായിട്ട് മാറണം എന്നുള്ളതാണ്. അപ്പോൾ പുൽക്കൂടിൻ്റെ സന്ദേശവും നക്ഷത്രത്തിൻ്റെ സന്ദേശവും നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമാകണം. മൂന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് വിശ്വ സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ്. വിശ്വ മാനവികതയുടെ സന്ദേശമാണ്. യേശുക്രിസ്തു കടന്നു വന്ന് വളരെ നിസ്സാരനായ ഒരു ശിശുവായി ജനിച്ച് അസാധാരണമായ ദൈവമായി തീർന്ന് ഈ ലോകത്ത് നിന്ന് ദൈവാസനത്തിലേക്ക് കടന്നുപോയ വലിയ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും യേശു പറഞ്ഞു, നിങ്ങളെല്ലാവരും സ്വർഗത്തിലെ പിതാവിൻ്റെ മക്കളാണെന്നും പരസ്പരം സഹോദരി സഹോദരന്മാരാണെന്നും. യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു വിശാലത, സഹോദര്യം, സൗഹൃദം, മാനവികത ഈ ലോകത്തിന് ഇന്ന് അത്യാവശ്യമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. പല രീതിയിലെ സമൂഹങ്ങളെ വിഭജിക്കുവാനും സമൂഹത്തിൻ്റെ ഐക്യം കെടുത്തുവാനും മനുഷ്യരെ തമ്മിലുള്ള സ്നേഹവും കൂട്ടായ്മയും തകർക്കുവാനും മരണത്തിൻ്റെ സംസ്കാരം ആഘോഷിക്കുവാനും ഒക്കെ താല്പര്യം കാണിക്കുന്ന ഈ സമൂഹത്തിൽ ജീവൻ്റെ സംസ്കാരം, സന്തോഷത്തിൻ്റെ സംസ്കാരം, സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംസ്കാരം ലോകത്ത് കൊടുത്ത് വിശ്വ മാനവികത ഉയർത്തിപ്പിടിച്ചവനാണ് പുൽക്കൂട്ടിൽ ജനിച്ചവനായ യേശു ക്രിസ്തു. ആ യേശുവിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ മുഴുവൻ വിശ്വാസ സാഹോദര്യവും ശാന്തിയും അതോടൊപ്പം തന്നെ മാനവികതയും വളർത്തിയെടുക്കുവാൻ ക്രിസ്മസ് നമ്മെ സഹായിക്കണം. അങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പുൽക്കൂട്ടിൻ്റെ സന്ദേശം കൊടുക്കുവാൻ, നക്ഷത്രത്തിൻ്റെ സന്ദേശം കൊടുക്കുവാൻ, സാഹോദര്യത്തിൻ്റെയും കരുണയുടെയും അടയാളമായ നമ്മുടെ ക്രിസ്മസ് പപ്പായുടെ അല്ലെങ്കിൽ സാന്താക്ലോസിൻ്റെ സന്ദേശം കൊടുത്ത് എല്ലാ സഹോദരരായ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ക്രിസ്മസ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും പ്രത്യേകമായ ആശംസകൾ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, സർവ്വലോകത്തിനും സന്തോഷം സദ്വാർത്തിയുമായി കടന്നു വരുന്ന ഈശോയുടെ ജന്മതിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ദൈവപുത്രനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ ദൈവകുമാരൻ്റെ പിറവി തിരുനാളിന് ഒരുങ്ങുന്ന നമ്മൾ
എഴുതപ്പെട്ട വചനം, ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1 മുതൽ 24 അധ്യായങ്ങൾ ഈ ഡിസംബർ മാസം 1 മുതൽ 24 തീയതി വരെ വായിക്കുമ്പോൾ 25-ാം തീയതി ഭക്തിപൂർവ്വം ആ പിറവി തിരുനാൾ ആചരിക്കുവാൻ സാധിക്കും. 25-ാം തീയതി യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനത്തെ നമുക്ക് ഭക്തിപൂർവ്വം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും വെളിപ്പെടുത്തുവാൻ വേണ്ടി കർത്താവ് വന്നതിൻ്റെ അനുസ്മരണ ക്രിസ്മസിന് നമുക്ക് ആഘോഷിക്കാം. എല്ലാ നന്മകളും നേരുന്നു. ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഷിക്കിന ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ഹൃദയനിർഭരമായ ആശംസകൾ. യേശുക്രിസ്തു ഒരു ശിശുവായി നമ്മുടെ ഇടയിൽ മനുഷ്യനായി പിറന്നതിൻ്റെ ഓർമ്മയാണല്ലോ ക്രിസ്മസ്. ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ, ജീവിതങ്ങളിൽ പുനരാവിഷ്കരിക്കുകയാണ്. പഴയ നിയമത്തിൽ മന്നയായും കാടപ്പക്ഷിയായും ജലമായും യഹോവയായി ദൈവം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ പുതിയ നിയമത്തിൽ അവിടുന്ന് നമ്മെ സ്പർശിക്കുകയാണ്. ഓരോ മനുഷ്യനെയും ദൈവം തൊട്ട തിരുനാളിൻ്റെ പേരാണ് ക്രിസ്മസ്. ഒരു സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ്. ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ നമുക്ക് പരസ്പരം സന്തോഷം പങ്കുവയ്ക്കണം, പരസ്പരം സ്നേഹിക്കണം. പുൽക്കൂട്ടിലെ ശിശു നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. തിരുപ്പിറവിയുടെ ഹൃദ്യമായിട്ടുള്ള പ്രാർത്ഥന ആശംസകൾ മാന്യപ്രേക്ഷകർക്കെല്ലാം ഞാൻ നേരുകയാണ്. 2023 ക്രിസ്മസ് നമുക്കേവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അവസരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസ് വിഭാവനം ചെയ്യുന്ന യഥാർത്ഥ സന്തോഷം നമ്മുടെ ജീവിതങ്ങളിൽ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുവാൻ ഇടവരണം. മാലാഖമാര് തിരുപ്പിറവിയെക്കുറിച്ചുള്ള സന്ദേശം ഇടയന്മാർക്ക് നൽകിയത് ഇപ്രകാരമാണ്: സകല ജനതയ്ക്കുമായുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ദാവീദിൻ്റെ പട്ടണത്തിൽ ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽക്കൂട്ടിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. ഈ തിരുപ്പിറവിയുടെ സന്ദേശം ആദ്യം അറിയിച്ചത് ദൂതന്മാർ ആട്ടിടയന്മാരെയാണ്. കാരണം എന്താണ്? അവർ ശുദ്ധ ഹൃദയമുള്ളവരും കഠിനാധ്വാനികളും സന്മനസ്സുള്ളവരും ലളിത മനോഭാവമുള്ളവരുമാണ്. അവർക്കാണ് ഈ സന്ദേശം ആദ്യമായിട്ട് എത്തിയത്. ഈശോ തന്നെ പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണുമെന്ന്. ഈ നിർമ്മല ഹൃദയമുള്ളവർ ഈ സന്ദേശം ലഭിച്ചപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ അവർ ആ തണുത്ത രാത്രിയിൽ ഉണ്ണിയേശുവിനെ കാണുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുക. അവർക്കാണ് പുൽക്കുട്ടി പിറന്ന ഉണ്ണിയേശുവിനെ കാണുവാനുള്ള പ്രഥമ ഭാഗ്യം ലഭിച്ചത്. അതവരുടെ സന്മനസ്സും ഹൃദയ നൈർമല്യവുമാണ്. മാലാഖമാര് തുടർന്ന് പാടി, അത്യുന്നതങ്ങളിലെ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സന്മനസ്സും ഹൃദയശുദ്ധിയും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യാനുള്ള 2 ഘടകങ്ങളാണ്. ഷെക്കീനയുടെ മാന്യ പ്രേക്ഷകർക്ക് ക്രിസ്മസിൻ്റെ ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഞാൻ നേരുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിറവി തിരുനാളിൻ്റെ ഒരുക്ക ദിനങ്ങളിലാണല്ലോ നമ്മൾ.
പിറവി തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം, രക്ഷകനായ ദൈവപുത്രൻ എൻ്റെ ലോകത്തിലേക്ക്, മനുഷ്യരുടെ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മിലൊരുവനായി മാറി നമ്മെ ചേർത്ത് പിടിക്കാൻ ദൈവം എൻ്റെ കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. എൻ്റെ സങ്കടങ്ങളിലും വേദനകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും എല്ലാം എന്നോടൊപ്പം എന്നെ കരുതുന്ന, കാണുന്ന, എന്നെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം, അതാണ് എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ ബലം. മനുഷ്യകുലത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ബോധ്യമായിട്ട് മാറേണ്ടത്. ഒറ്റപ്പെട്ടു പോകുന്ന കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. കുടുംബത്തിൽ ആളുകൾ അകലങ്ങളിലേക്ക് മാറുന്നു, ഒറ്റപ്പെട്ടു പോകുന്നു. ഒരു കൂരയ്ക്ക് കീഴിൽ പോലും ലോകത്തിൽ ചുറ്റുപാടുകളിൽ ഒക്കെ ആഗോളീകരണത്തിൻ്റെ ആധുനിക ലോകത്തിലും അകലങ്ങൾ കൂടി വരുന്നു. പരസ്പരം അറിയാത്ത അവസ്ഥയിൽ, ആരെക്കുറിച്ചും കരുതലില്ലാത്ത അവസ്ഥയിൽ അകലങ്ങൾ കൂടി വരുന്നു. ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ വലിയ സങ്കടം, വേദന അനുഭവിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല മോനെ, മോളെ, ഞാൻ കൂടെയുണ്ട്, നിന്നെ അറിയുന്ന, മനസ്സിലാക്കുന്ന നിന്റെ ദൈവം നിന്നോടൊപ്പമുണ്ട്. ഇതാണ് ഏറ്റവും അർത്ഥവത്തായ ഒരു സന്ദേശം. ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം കൂടി, ആരെയും ഒറ്റപ്പെടുത്തരുത്. കാരണം എൻ്റെ ജീവിതത്തിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട സകലരുടെയും ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് എല്ലാവരെയും ചേർത്ത് പിടിച്ചവനാണ് ഈശോ. അങ്ങനെ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പങ്കുവെച്ചു കൊടുത്ത മിശിഹ വേദനിക്കുന്നവർ, അവഗണിക്കപ്പെടുന്നവർ എല്ലാവരെയും ചേർത്ത് പിടിച്ചു. ഏറ്റവും എളിയവനായി ജനിച്ച് വളർന്ന് ആ കർത്താവ് പറയുന്നു, ആരെയും ഒറ്റപ്പെടുത്തരുത്, ചേർത്ത് പിടിക്കണം. പ്രത്യേകിച്ചും അകന്നു നിൽക്കുന്നവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, നിരാധാരരായിട്ടുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിലും ചുറ്റുപാടുകളിലുമൊക്കെ അങ്ങനെയുള്ളവരെ കൂടുതൽ കരുതലോടെ, ശ്രദ്ധയോടെ ചേർത്ത് പിടിക്കണം. ഇതാണ് സഭയുടെ മുഖമായി മാറേണ്ടത്. മിശിഹായുടെ തുടർച്ചയായ സഭ ഇന്ന് ലോകത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കേണ്ടതാണ്. അങ്ങനെ ആയിരിക്കുന്നു സഭയുടെ ചരിത്രത്തിലും. സഭ അത്തരത്തിൽ എല്ലാവരെയും കാണുന്ന, ചേർത്ത് പിടിക്കുന്ന മിശിഹായുടെ തുടർച്ചയായിട്ട് ഈ ലോകത്തിൽ വർത്തിക്കുന്നു. ഈ സഭയുടെ അംഗമായി വർത്തിക്കുവാൻ, ജീവിക്കുവാൻ നമുക്ക് അഭിമാനത്തോടുകൂടി ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ നമുക്ക് പരസ്പരം ആശംസിക്കാം. ദൈവം കൂടെയുണ്ട്. കൂടെയുള്ള ദൈവം എല്ലാവരെയും ജാതിമത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി ചേർത്ത് പിടിക്കാൻ, പ്രത്യേകിച്ചും സഹായം അർഹിക്കുന്നവരെ, ചെറിയവരെ ചേർത്ത് പിടിക്കാൻ എന്നോട് ആവശ്യപ്പെടുന്നു എന്നുള്ള ആ സന്ദേശം നമുക്ക് സ്നേഹത്തോടു കൂടി സ്വീകരിക്കാം. പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ ഷക്കീന ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വളരെ സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നമുക്കെല്ലാം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒക്കെ സന്ദേശം പകർന്നു തന്നുകൊണ്ട് ക്രിസ്മസ് കടന്നു വരികയാണ്. ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരുപാട് ഓർമ്മചിത്രങ്ങളും കടന്നു വരും. ക്രിസ്മസ് പപ്പായും കരോളും കാർഡും കേക്കും പുൽക്കൂടും രാത്രിയിലുള്ള പള്ളിയിൽ പോക്കുമെല്ലാം നമ്മുടെ മനസ്സിലൂടെ കടന്നു വരും. പക്ഷേ ഈ ക്രിസ്മസ് അല്ല യഥാർത്ഥത്തിൽ ആഘോഷിക്കാനായിട്ട് ക്രൈസ്തവർ തുടങ്ങിയത്. അത് ഈസ്റ്ററാണ്. ഈ ഈസ്റ്ററിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്രിസ്മസിന് അർത്ഥമുണ്ടാകുന്നത്. അതായത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ജന്മമാണത്. ആ ഉയർപ്പില്ലെങ്കിൽ ഈ ജന്മത്തിനും അർത്ഥമില്ല. പക്ഷേ ആ ഉയർപ്പിലേക്ക് കർത്താവ് നടന്നെടുത്തപ്പോൾ അതിന് മുമ്പായിട്ട് കുറേയധികം സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. ഇതുതന്നെയാണ് ഇന്ന് ശാന്തി സമാധാനം നമുക്ക് തരുന്നുവെന്ന് പറയുമ്പോൾ, ആനന്ദം തരുന്നുവെന്ന് പറയുമ്പോൾ ക്രിസ്മസ് ഇതെല്ലാം മുൻകൂട്ടി കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു ഉയർപ്പിലേക്ക് ചെന്ന ശേഷം മാത്രമേ ഈ ജനനത്തിന് അർത്ഥമുള്ളൂ. ഓരോ ക്രൈസ്തവ വിശ്വാസിയുടെയും മനസ്സിൽ, ഹൃദയത്തിൽ ഈശോ പൂജാതനാകുമ്പോൾ ഓർക്കുക, ആദ്യം നമ്മൾ ഓരോരുത്തരും ഈ ഉയർപ്പിന്, അതിനു മുമ്പുള്ള സഹനങ്ങൾക്ക് വിധേയരാകണം. അപ്പോൾ നമുക്ക് ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കും. കർത്താവ് തന്ന ഈ ക്രിസ്മസിൻ്റെ, കർത്താവിൻ്റെ ജന്മദിനത്തിൻ്റെ ആശംസകളും ആനന്ദവുമെല്ലാം നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, ജോലിസ്ഥലങ്ങളിലെല്ലാം ഉണ്ടായിരിക്കട്ടെ എന്ന ആശംസയോടെ ഷക്കീന ടെലിവിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും അഭിവാദനം ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ക്രിസ്മസ് കാലമായതോടെ ആഘോഷങ്ങളുടെ കാലവും ആരംഭിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷങ്ങളിൽ മുങ്ങിപ്പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ക്രിസ്മസ് ഈശോയുടെ വരവിനെ ധ്യാനിക്കുന്ന കാലഘട്ടമാണ്. കർത്താവിൻ്റെ വരവിനെ ഓർത്ത് ലോകം മുഴുവൻ സന്തോഷിക്കുന്ന ഒരു കാലമാണ്. രക്ഷകനായ ഈശോയെ ലോകത്തിന് ലഭിച്ചതിൽ
നമ്മളെല്ലാവരും ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളാണ്. രക്ഷകനായ ഈശോയെ ജീവിതത്തിൻ്റെ നാഥനായി സ്വീകരിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ക്രിസ്മസ് കാലം ആഘോഷിക്കാൻ. മറ്റെല്ലാ ആഘോഷങ്ങളുടെയും നടുവിൽ ഈ ഒരു സന്ദേശം മറന്നുപോകാതെ ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഷെക്കൈന ടെലിവിഷൻ്റെ പ്രേക്ഷകർക്ക് വളരെ സ്നേഹപൂർവ്വം ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഷെക്കീന ടെലിവിഷൻ പ്രേക്ഷകർക്ക് ക്രിസ്മസ് മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. പ്രിയമുള്ളവരെ, നാം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ക്രിസ്തു വിശ്വാസികൾക്ക് ഇന്ന് വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സദ്വാർത്ത അറിയിച്ച ആ ദൈവദൂതന്മാർ പറഞ്ഞെന്താണ്? സർവ ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ക്രിസ്തു ദൈവപുത്രൻ രക്ഷകൻ പിറന്നിരിക്കുന്നു. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ അടിത്തറ എന്താണ്? ഇതിൻ്റെ അടിത്തറ നമുക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഷെക്കീന ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏവർക്കും ക്രിസ്മസ് നവോത്സര ആശംസകൾ നേരുന്നു. എന്തായിരുന്നു തിരുജനനം? ക്രിസ്മസ് എന്ന് നാം വിഭാവനം ചെയ്യുന്ന വിളിക്കുന്ന തിരുജനനം പൗരസ്ത്യ ആരാധനയിൽ ആധ്യാത്മികതയിൽ അത് ഉദയമായി എൽദോ പെരുന്നാളായി ആഘോഷിക്കുന്നു. ഇരുളിലും മരണനിഴലിലും ആശങ്കയിലും അസ്ഥിരതയിലും ഭയത്തിലുമായിരുന്ന മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ കാലസമ്പൂർണതയിൽ ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച മഹാദിവസമാണ്. ആ കാലത്തെ ലോകത്തിൽ പലതരത്തിലുള്ള അസ്ഥിരതകളും അവ്യക്തതകളും നീറുന്ന മനുഷ്യൻ്റെ പ്രശ്നങ്ങളും ഉള്ളപ്പോൾ തന്നെ ദൈവം മനുഷ്യനായി അവതരിച്ചു. സൃഷ്ടാവിന് സൃഷ്ടിയോടുള്ള അദമ്യമായ സ്നേഹം, നിരന്തരമായ സ്നേഹം, അന്വേഷിക്കുന്നതായ സ്നേഹത്തിൻ്റെ പൂർണ്ണമായ നിദർശനമാണ് മനുഷ്യനായി ദൈവം അവതരിച്ചു എന്നുള്ളത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായിട്ട് ക്രിസ്മസ് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ആഗതമായിരിക്കുകയാണ്. സമാധാനം സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. അതിന് നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവത്തിന് നൽകാം. ഉണ്ണീശോ നമ്മുടെ ഉള്ളിൽ പിറക്കട്ടെ. അങ്ങനെ ഒരു പുതിയ ക്രിസ്മസ് അർത്ഥവത്തായിട്ട് നമുക്ക് ആഘോഷിക്കാം. ഷെക്കേനയുടെ എല്ലാ പ്രേക്ഷകർക്കും വളരെ അനുഗ്രഹപ്രദമായ സന്തോഷകരമായ ഒരു ക്രിസ്മസ് ആശംസിച്ചുകൊള്ളുന്നു. ഷെക്കീന ന്യൂസ് ചാനലിൻ്റെ ക്രിസ്മസ് ദിവസങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. സുവിശേഷാത്മകമായിട്ട് സഭയുടെ ദൈവികമായ ദൗത്യത്തിൽ പങ്കുചേർന്ന് പ്രേക്ഷകർക്ക് ദൈവാനുഗ്രഹവും ദൈവികമായ അറിവും ദൈവികമായ അനുഭവവും ഒപ്പം കാലികമായിട്ടുള്ള പ്രാധാന്യമുള്ള കാര്യങ്ങളുമൊക്കെ അറിയിക്കുവാൻ ഷെക്കീന ന്യൂസ് ചാനൽ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു പ്രേക്ഷിത ദൗത്യമാണ്. സഭയ്ക്കും സമൂഹത്തിനുമെല്ലാം അനുഗ്രഹമാകുന്ന വിധത്തിൽ ഈ കാലത്ത് എപ്രകാരമായിരിക്കണം മാധ്യമപ്രവർത്തകർ എന്നുകൂടി വിശദമാക്കുന്ന നല്ല മൂല്യാധിഷ്ഠിതമായിട്ടുള്ള സുവിശേഷാത്മകമായിട്ടുള്ള ഒരു സംരംഭമായിട്ട് ഷെക്കീന ന്യൂസ് ചാനൽ പ്രേക്ഷകർക്കെല്ലാം അനുഭവമാണ്. ക്രിസ്മസിൻ്റെ ഈ ദിവസങ്ങളൊക്കെ ക്രിസ്മസ് സന്ദേശം ഭംഗിയായിട്ടും ക്രിസ്മസ് ആഘോഷങ്ങൾ ലോകമെമ്പാടും എപ്രകാരമെന്നും ഒക്കെ ഗ്രഹിക്കുവാനായിട്ട് ന്യൂസ് ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ സഹായമായിട്ടുണ്ട്. ഷെക്കീന ന്യൂസ് ചാനൽ പ്രേക്ഷകർക്കെല്ലാം ക്രിസ്മസിൻ്റെ ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. അതിൽ സഹകരിച്ചിട്ടുള്ള സഹോദരങ്ങൾക്കെല്ലാം എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ നന്മകൾ.